ഇന്ന് പഴക്കേക്കാണ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് കുറച്ച് പഴം കിട്ടിയായിരുന്നു. അപ്പോൾ അത് ഏകദേശം നല്ലപോലെ പഴുത്തിട്ടുണ്ട്. അപ്പം നമുക്കിന്ന് അത് വെച്ചിട്ട് പഴക്കേക്ക് ഉണ്ടാക്കാം. ഞാൻ ഏകദേശം ഒരു 1.5 പടല പഴം എടുക്കുന്നുണ്ട്. 1.5 പടല എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏകദേശം 3, 5, 6, 7, 8 ഒരു 9 പഴമുണ്ട്. പഴം എടുക്കുമ്പോൾ ഏകദേശം ഈ വലിയ ബൗളിൽ പകുതി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മൊത്തത്തിൽ ഉടച്ചെടുക്കാം. ഫോർക്ക് വെച്ചിട്ടാണ് ഞാൻ പ്രസ് ചെയ്ത് ഉടയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പ്രസ് ചെയ്തെടുക്കാനൊരു 5 മിനിറ്റ് ആകും. ആ സമയത്തിലേക്ക് നമുക്ക് ബട്ടർ മെൽറ്റ് ചെയ്തെടുക്കാം. ബട്ടർ ഞാനാണെങ്കിൽ അൺസോൾട്ടഡ് ബട്ടർ 250 ഗ്രാമുണ്ട്. അതേ കണക്ക് സോൾട്ടഡ് ബട്ടറും 250 ഗ്രാം. അപ്പോൾ ഇതിനും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ്. ഞാൻ പ്രത്യേകിച്ച് സോൾട്ട് ചേർക്കുന്നില്ല. ഈ ബട്ടറിലുള്ള സോൾട്ട് തന്നെയാണ് അതിൽ വരുന്നത്. അപ്പോൾ രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. ഓയിൽ ചേർക്കുന്നില്ല, ഫുള്ളി ബട്ടർ മാത്രമാണ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ ചോക്ലേറ്റ് ചിപ്സ് മുകളിൽ കൂടെ വിതറാനായിട്ട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 5 മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് ബട്ടർ അലിയിച്ചെടുക്കണം. ബട്ടർ മെൽറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് ജസ്റ്റ് അപ്പോൾ ബാക്കി ഫുള്ള് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തീരെ ചെറുതാക്കണ്ട. 6 പീസസ് ആയിട്ടാണ് ഞാനിപ്പോൾ കട്ട് ചെയ്ത് 250 ഗ്രാമുള്ള ബട്ടറാണ്. അപ്പോൾ ഇതേ കണക്ക് മറ്റേ ഇനി ഒരു ബട്ടറും കൂടെ ഉണ്ട്. അതും കൂടെ കട്ട് ചെയ്ത് നമുക്ക് ഉരുക്കിയെടുക്കാം. അപ്പോൾ അത് ഉരുവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഉരുവാനായിട്ട് വേറെ ഒന്നുമല്ല, അടുപ്പത്ത് തീ ഓൺ ചെയ്ത് വെച്ചിട്ട് ഒരു പാത്രത്തിനകത്ത് എടുക്കണം മാത്രം മതി. തീരെ കൂടുതൽ ഫ്ലെയിം വെക്കേണ്ട, മീഡിയം ഫ്ലെയിമായിട്ട് വെച്ചിട്ട് മതി. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അത് ഉരുവിക്കും. ആ സമയത്ത് നമുക്ക് ഇപ്പോൾ ഇത് ഫോർക്ക് വെച്ചിട്ട് ഉടച്ചെടുക്കാം. പഴം കംപ്ലീറ്റ് ആയിട്ട് ഉടഞ്ഞിട്ടുണ്ട്, ഉടച്ചെടുത്തായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ ബട്ടർ എല്ലാം അരിഞ്ഞിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്യാം. ബട്ടർ അരിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ചൂടോടെ തന്നെയാണ് ഞാൻ ഒഴിച്ചത്. പഴത്തിലായതുകൊണ്ട് കുഴപ്പമില്ല. മുട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, മുട്ട നമ്മൾ ഇപ്പോൾ ചേർക്കാൻ പാടില്ല. കാരണം ചൂടായതുകൊണ്ട് മുട്ട ഇപ്പോൾ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് റിയാക്ഷൻ നടക്കും. മുട്ട കട്ടിയാവാൻ നമുക്കുണ്ട്. അതുകൊണ്ട് മുട്ട നമ്മൾ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് മാവൊക്കെ ചേർത്തതിന് ശേഷം ബൈക്കാർബണേറ്റ് ഓഫ് സോഡ കുറച്ച് ചേർക്കുന്നുണ്ട്. കുറച്ച് ചേർത്ത് ഇതിൽ നിന്ന് ബേക്കിംഗ് പൗഡർ ഇത് കുറച്ച് ചേർക്കണം. ഓക്കെ, ഇനി നമ്മൾ മാവ് ചേർക്കുന്നുണ്ട്. ഇതിവിടെയൊക്കെ ലിഡിലെന്ന് കിട്ടുന്ന ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന മാവാണ്. അപ്പോൾ കേക്കിന് വേണ്ടിയിട്ട് ലഭിക്കുന്ന സെൽഫ് റൈസിങ് ഫ്ലവർ എന്ന് പറഞ്ഞിട്ട് ഈ മാവ് ഞാൻ ഇതിൽ കുറച്ച് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇളക്കുന്നു. മാവ് ചേർത്തിട്ടുണ്ട്. മാവ് ചേർത്ത് മിക്സ് ചെയ്തതാണ്. ഇനി മുട്ട ചേർക്കാം. ഒരു 4 മുട്ട ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ മുട്ട ചേർത്തു. അതിൻ്റെ കൂടെ കുറച്ച് നമ്മുടെ വാനില എസൻസ് അത് കുറച്ച് കൂടുതൽ ഞാൻ ചേർക്കുന്നുണ്ട്. കുറച്ച് കൊക്കോ പൗഡർ നമുക്ക് ചേർക്കണം. കുറച്ച് അധികം തന്നെ. ഇതൊരു ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. എൻ്റെ ഇവിടെ ഉണ്ടായിരുന്നു, കുറേ നാൾ കൊണ്ട് ഇരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നതാണ് കൊക്കോ പൗഡർ. ഇനി ഇതാ ഫിൽറ്റർ കോഫിയാണിത്, അത് ചേർക്കുന്നുണ്ട്. പഞ്ചസാര ഞാൻ കുറച്ചിടുന്നുണ്ട്. ഇതെല്ലാം കൈയളവാണ്. ഓൾറെഡി പഴത്തിലൊക്കെ പഞ്ചസാര ഉണ്ട്. പിന്നെ ഓരോ ആൾക്കാരുടെയും ഇഷ്ടം അനുസരിച്ചാണ് പഞ്ചസാര. അപ്പോൾ
അപ്പോൾ എല്ലാം ഫൈനലി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ ഫോർക്ക് വെച്ചാണ് മൊത്തത്തിൽ മിക്സ് ചെയ്തത്, വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഫോർക്ക് വെച്ച് നല്ലപോലെ മിക്സാക്കി വന്നിട്ടുണ്ട്. ഇനി വേറെ ഒന്നുമില്ല, ബട്ടർ പേപ്പർ വയ്ക്കുക. ഇത് അതിലോട്ട് ബട്ടർ പേപ്പറിൻ്റെ പുറത്തിട്ട് ട്രെയിൽ ഒഴിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഓവനിൽ വയ്ക്കുക. ട്രെയിലേക്ക് മാറ്റിക്കഴിഞ്ഞു ചോക്ലേറ്റ് ചിപ്സ് കൂടെ ഞാൻ മേളിൽ കൂടെ വെതറി. നമ്മൾ 250 ഡിഗ്രിയിൽ പ്രീഹീറ്റ് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതാണ്. ഇനി 200 ഡിഗ്രിയിലോട്ട് അത് മാറ്റിയതിന് ശേഷം 200 ഡിഗ്രിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷം ഇനി ഒരു 36 മിനിറ്റ് വയ്ക്കണം. 40 മിനിറ്റ് വയ്ക്കാം. ഞാൻ ഇതിലാണ് വയ്ക്കുന്നത്. ആദ്യം അകത്തോട്ട് വയ്ക്കാൻ. ഫൈനലി നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്.